എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്നൊരു ഗ്രാൻഡ് വിത്താറയുടെ വീഡിയോ ആയിട്ട് വന്നതാണ്. ബേസ് വേരിയന്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, നമ്മളെ കൂടുതലും ഷോപ്പിൽ വരുന്നതും വീഡിയോ ഇടുന്നതൊക്കെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള വണ്ടികളാണ് കൂടുതലും നമ്മുടെ അടുത്ത് മുമ്പേ തൊട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഗ്രാൻഡ് വിത്താറ നിങ്ങൾക്ക് അറിയാം, സ്പീക്കേഴ്സ് ഫ്രണ്ടിൽ മാത്രം ഉണ്ടാവും, ബാക്കിൽ സ്പീക്കേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കോയാക്സിയൽ സ്പീക്കറാണ് അതിന് ഉണ്ടാവുക, കമ്പനി നമ്മളെ സുസുക്കിയുടെ സ്പീക്കേഴ്സ് ഒക്കെ പോലെ. അപ്പൊ ആ ഒരു സ്പീക്കേഴ്സ് എടുത്ത് മാറ്റിയിട്ട് ബാക്കിലേക്ക് എടുത്ത് വയ്ക്കും അതിലുള്ള സ്പീക്കേഴ്സ്. അപ്പൊ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സ്പീക്കേഴ്സ് നമ്മളെ JBLന്റെ GTO സീരീസ് ആയിട്ടുള്ള കമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ്. ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ്. അത് വേണമെങ്കിൽ നമുക്ക് 4 ചാനൽ ആംബ് ഇട്ട് ബൂസ്റ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഡയറക്റ്റ് കൊടുക്കുന്നത്. ആൻഡ്രോയിഡ് നമ്മൾ ചെയ്യണത് 360 ഡിഗ്രി ക്യാമറ, ഒരു ഇൻബിൽട്ട് ആയിട്ട് വരുന്ന സ്റ്റീരിയോ ആണ്. അത് നമ്മുടെ സ്മാർട്ട് ഓഡിയോയുടെ തന്നെ അസിസ്റ്റാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എടുത്ത് പറയുന്ന വെച്ചാൽ ഇതിന് വാറന്റി ഒക്കെ പക്കയായിട്ട് കിട്ടും. 2 വർഷം വാറന്റി, 1 ഇയർ റീപ്ലേസ്മെന്റ്, 1 ഇയർ സർവീസ് ഉണ്ട്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഏതൊരു പ്രോഡക്റ്റ് നമുക്ക് സർവീസ് ആയിരിക്കുമല്ലോ എപ്പോഴും നമ്മളിപ്പോ മുൻഗണന കൊടുക്കുന്നത്. അത് കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ അത് റീപ്ലേസ്മെന്റും അതേപോലെ തന്നെ ആ ഒരു വാറന്റി പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ സർവീസ് കിട്ടുന്ന ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പം കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് 2 വർഷം വാറന്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ടൊക്കെ സർവീസ് ചെയ്ത് കിട്ടുന്ന ഐറ്റമാണ് നമ്മുടെ സ്മാർട്ട് ഓഡിയോയുടെ. അതിൽ തന്നെ നമുക്ക് 4GB 32 ഇന്റേണൽ വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ അലോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ 360 വരുന്നത് 720 അല്ല കേട്ടോ, 1080p ആണ് ഇതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഇൻഫർടൈൻമെന്റ് തന്നെ പറയാം 360യുടെ. അപ്പോൾ നമ്മൾ ചെയ്യണത് ഇത് 35,000 രൂപയ്ക്കാണ് ഈ ഒരു ഗ്രാൻഡ് വിത്താറയുടെ 360യുടെ ആ ഒരു സ്റ്റീരിയോയുടെ പ്രൈസ്, വിറ്റ്മെന്റ് ഒക്കെ അടക്കമുള്ള എലൈൻമെന്റ് കാര്യങ്ങളൊക്കെ അടക്കമുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ക്യാമറ ചെയ്യേണ്ട, 4 സൈഡും ഒക്കെ ക്യാമറ ഉണ്ട്, 2 മിററിലും അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിലും ബാക്ക് ബമ്പറിലും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ടൈപ്പ് ഇത് വരും കേട്ടോ. മിററിലൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്മെന്റ് ചെയ്യണത്. പിന്നെ വയറിംഗ് ചെയ്യുമ്പോഴും സ്ലീവ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ വലിച്ചു പോകുന്ന സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് എന്തായിട്ടും പ്രശ്നം തന്നെയാണ് നമ്മളെ വണ്ടിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ആ ഒരു എങ്ങനെയാണോ വയറ് വലിക്കേണ്ട ആ ഒരു രീതിയിൽ ബൂട്ടി കോഡൊക്കെ വലിക്കുന്നത്. ബൂട്ടി കോഡൊക്കെ കറക്റ്റ് ആയിട്ട് വലിച്ച് നമ്മൾ ഒരുപാട് വണ്ടി പുറത്ത് ചെയ്തിട്ട് കാണാറുണ്ട്, ബൂട്ടി കോഡ് ഇടാണ്ട് വെള്ളം കയറിയിട്ടും അതേപോലെ ഷോർട്ടായിട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്താൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫിറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം ആകുമ്പോഴേക്കും കംപ്ലൈൻസ് വരിക, അതേപോലെ തന്നെ വയറ് കെട്ട കാര്യങ്ങളൊക്കെ വരും. അപ്പൊ വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ദിവസം 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാലേഷന്റെ ആ ഒരു ദിവസം പറയുന്നുണ്ട്. അത് ചിലവ് ചോദിക്കാറുണ്ട്, അങ്ങനെ പോയാൽ അവിടെ പോയാൽ 6 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ എന്തായിട്ടും 1.5 ദിവസം എന്തായിട്ടും എടുക്കുന്നത്. കാരണം ആ ഒരു ഏതൊരു വണ്ടിയാലും വയറിങ് എല്ലാ സൈഡിലേക്കും പക്കയായിട്ട് വലിക്കണമെങ്കിൽ ഏകദേശം 1 ദിവസം വേണം. പിന്നെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എന്തായിട്ടും 1.5 ദിവസം എന്തായാലും പിടിക്കും. അതുകൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് 1.5 ദിവസം നമ്മള് എന്താ പറയാ അഹങ്കാരം കൊണ്ട് പറയാന്നുള്ള സെറ്റപ്പിലല്ല. എന്തായിട്ടും നല്ല പ്രോപ്പറായിട്ട് ചെയ്താലേ എത്ര കൊല്ലം വരെ അത് നിൽക്കുള്ളൂ വയറിങ്. ഞാൻ പറയാറുണ്ട്, വയറിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ 70 മാറ്റ് ചെയ്യുന്നുണ്ട്. 70 മാറ്റ് നല്ലൊരു ക്വാളിറ്റിയാണ്. 70 മാറ്റ് ഉണ്ട്, നമ്മളതിൽ 5D ഉണ്ട്, അതേപോലെ തന്നെ 3D ഒറിജിനൽ ടൈപ്പ് ഉണ്ട്. 3Dയുടെ ഒറിജിനലിന്റെ വീഡിയോ വരെയൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ എന്തായിട്ടും പോയി കാണാം, വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഗ്രാൻഡ് വിത്താറിൽ സ്പീക്കേഴ്സ് വന്നെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ബേസ് മോഡൽ പേര് എടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. പക്ഷേ ഈ വണ്ടിക്ക് നമുക്ക് കമ്പനി തന്നെ അടിപൊളി സ്റ്റിയറിംഗും അതേപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ് വയർ കട്ടിങ് ചെയ്യണം എന്നുള്ളത്. വയർ കട്ടിങ്ങിന്റെ അതൊക്കെ പണ്ടത്തെ ഒരു ഉപമയാണ്. ഏതെങ്കിലും എക്സസൈസ് കയറ്റി അപ്പോൾ വയർ കട്ടിങ് ഉള്ളത്. ഇപ്പോൾ എല്ലാത്തിനും കപ്ലേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇൻഫർടൈൻമെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം സോക്കറ്റ് വന്നിട്ട് മെയിലും ഫീമെയിലും വെറുതെ കണക്ട് ചെയ്താൽ മതി. അതുപോലെ സ്പീക്കേഴ്സിന് ആയാലും കണക്ട് ചെയ്യാം. പിന്നെ റിവേഴ്സിന് ആയാലും നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് എടുക്കാം. അതേപോലെ തന്നെ ആ ഒരു സോക്കറ്റിൽ വയറിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് വയർ കട്ടേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ ഹോൺ ചെയ്തിട്ടുണ്ട്, റൂട്ട്സിന്റെ ഹോൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇടുവോ. I see the light inside you, brighter than the skies. Hold on, just let us escape and fly away tonight. The world in our sight, and I know
at a time.